ഷെയ്ൻ നിഗത്തെ കുറിച്ചാണ്. ഷെയ്ൻ നിഗം എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ നടൻ തീർച്ചയായിട്ടും ഇന്ന് ഒരുപാട് നിലയിൽ അധിക്ഷേപിക്കപ്പെടുന്നു. നിനക്കിത് വേണം, നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ, അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. എന്തായാലും ഒരു കാര്യമുണ്ട് ബ്രോ, ദൈവമുണ്ട്, അത് നീതി തന്നെ നടപ്പിലാവുള്ളൂ, അതിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീത. പടം കണ്ട് തീരുമാനിക്കാം, അല്ലാണ്ട് ഓരോ ചിലവന്മാർ കാണിക്കാൻ നിങ്ങൾ വിലയിരുത്തരുത്, അത്രേ പറയാനുള്ളൂ. എന്ത് പറ്റി? ഫസ്റ്റ് ഡേ ആണ്, അതാണ് നൈറ്റ് ഷോ. ഞങ്ങൾ എല്ലാവരും നേരത്തെ പ്ലാൻ ചെയ്ത് ഇവിടെ എന്തെങ്കിലും ഒരു റൂം ഉണ്ടാക്കണമെന്ന രീതിയിലാണ് ഞാനും നമ്മുടെ ടീം മൊത്തമായിട്ട് വന്നത്. ഒന്നും നടക്കാൻ പോകുന്നില്ല, നീ ചെല്ല്. പടം ഞാൻ പറഞ്ഞ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് സ്പ്രെഡ് ചെയ്യുക, അല്ലാണ്ട് വേറൊരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളൂ. വയലൻസിനെ ഡിപ്പിക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് പോസ്റ്റ് മാർക്കോ റിലീസ്. അപ്പൊ ഈ വയലൻസിന്റെ ഡിപ്പിക്ഷൻ അതിനുണ്ടാവുന്ന എഫക്ട്, അതിനെ പറ്റി ഷെയ്ൻ എന്താ വിചാരിക്കും? അത്ര ഭയങ്കര വയലൻസ് ഒന്നും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ്. കുടുംബത്തിൽ പറഞ്ഞവനെ നിനക്ക് കിട്ടിയൊന്നും പോരെ. ഒരു അത്ലറ്റിക് പരമായ ആക്ഷൻ സീക്വൻസുകൾ കണ്ടിരിക്കാൻ, അല്ലെങ്കിൽ എസ്തെറ്റിക് ആയിട്ടുള്ള രീതി ഷൂട്ട് ചെയ്തേക്കുന്ന ആക്ഷൻ സീക്വൻസുകൾ കണ്ടിരിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. നിനക്ക് പിന്നെ അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിനൊരു ആർട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞൊരു സാധനം വേണം നമുക്ക്. ആ ഒരു ചെറിയൊരു സോഫ്റ്റ് സൈഡ് വേണം എന്ന് തന്നെയാണ്. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ ഉറക്കം വരുന്നു. കഥപരമായിട്ടാണ് ഫൈറ്റ് എഴുതി വെച്ചത്. ഇനി നമുക്കൊരു ഫൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫൈറ്റ് അല്ല. ആ ഒരു സീക്വൻസ് ആയിരിക്കാം ചിലപ്പോൾ മോസ്റ്റ് വയലന്റ്. പക്ഷെ ഈ സിനിമ അങ്ങനെ ഒരു ഭയങ്കരമായ വയലൻസ് പടമല്ല. സംഭവിക്കേണ്ട അടുത്ത് മാത്രമേ അടി നടക്കണുള്ളൂ, അടിക്കേണ്ടവനെ അടിക്കുന്നുള്ളൂ, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അധിക്ഷേപിക്കപ്പെടാനുള്ള അവസരം അദ്ദേഹം തന്നെ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫാൻസ് ഇന്ത്യ അതായത് ഊംഫി എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ണി മുകുന്ദന് നേരെ ഷെയ്ൻ നിഗം നടത്തി. ഊംഫി, സത്യത്തിൽ ഊംഫി എന്ന് പറയുന്ന പരിഹാസ പദം അതിന്റെ ആൾ രൂപമായി ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഷെയ്ൻ നിഗം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്? മഹിമ ഉണ്ണി മുകുന്ദൻ കോമ്പാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. ഞാൻ വന്നപ്പോ മുതലില്ല ചെന്നായകൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ മതി.